കൂടത്തായ് കൂട്ടക്കൊലക്കേസിനെ ആസ്പദമാക്കി മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന അണലി വെബ് സീരീസിന് റിലീസ് വിലക്കില്ല. ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാനിരിക്കുന്ന സീരീസിനെതിരെ കൂടത്തായ് കേസിലെ പ്രതി ജോളി ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സീരീസിന്റെ റിലീസ് തടയണമെന്നായിരുന്നു ജോളിയുടെ ആവശ്യം. എന്നാൽ സീരീസിന്റെ റിലീസ് തടയാൻ സാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി സിനിമയും സീരീസുമൊക്കെ ഒരുക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച കോടതി അതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു. അണലിക്ക് കൂടത്തായ് കേസുമായി സാമ്യം മാത്രമേയുള്ളൂവെന്നും കോടതി പറഞ്ഞു. നേരത്തെ സുകുമാരക്കുറുപ്പിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിറങ്ങിയ ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിനെയും കോടതി ചൂണ്ടിക്കാണിച്ചു. ജസ്റ്റിസ് വി.ജെ. അരുണാണ് ജോളിയുടെ ഹർജി പരിഗണിച്ചത്. അതേസമയം സീരീസിന്റെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിനും ഹോട്ട്സ്റ്റാറിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജനുവരി 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. വിചാരണ നടക്കുന്ന കേസായതിനാൽ മാത്രമാണ് ഇത് വിഷയമാകുന്നതെന്നും കോടതി പറഞ്ഞു. നിഖില വിമൽ പ്രധാന വേഷത്തിലെത്തുന്ന വെബ് സീരീസാണ് അണലി. ലിയോണ ലിഷോയാണ് ജോളി ജോസഫിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതേസമയം നേരത്തെ കൂടത്തായ് കൂട്ടക്കൊലക്കേസ് വിഷയമായി വരുന്ന നെറ്റ്ഫ്ലിക്സിന്റെ കറി ആൻഡ് സയനൈഡ് ഡോക്യുമെന്ററി വലിയ ചർച്ചയായിരുന്നു. അണലിയുടെ റിലീസ് തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല.